ചായ ഒരു വികാരമാണ്. റൈറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് ടൈം. ബ്ലൂ ആണ് കുറച്ചുകൂടെ ഹെൽത്തി മിൽമ പാൽ. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കുണ്ട്. കൺഗ്രാചുലേഷൻസ്. ഏജ് ആയാലും കുഴപ്പമില്ല, ചായ മതി. 1-ാം തീയതി ആവട്ടെ. അഗാധ തലങ്ങളിൽ എന്നാലും നിങ്ങൾ ചെയ്യരുത്. ആരോ എനിക്ക് നഷ്ടപ്പെട്ട പോലെ ഇങ്ങനെ ഇരിക്കും. എന്റെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ. മാനസികമാണോ ഇത്? സോഷ്യൽ മീഡിയയിൽ PCODക്ക് ഇത് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അഡ്വൈസുകൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും ഹാംഫുൾ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു അഡ്വൈസ് ഏതാ? ഹാംഫുൾ ആയിട്ട് കാണുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ക്രാഷ് ഡയറ്റുകൾ എടുക്കുക, PCOSന് വേണ്ടി മാത്രം ഒരു ഡയറ്റ്, ഒരു ടൈപ്പ് ഓഫ് ഡയറ്റ്, കാപ്സ് മൊത്തത്തിൽ ഒഴിവാക്കുക, മിൽക്ക് കുടിക്കരുത്. എൻ്റെ അടുത്ത് വരുന്ന ഒരു 10-ൽ 8 പേരും എൻ്റെ അടുത്ത് പറയുന്ന പാല് നിർത്തി. ഞാൻ വൈ, അത് ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ മിക്കതും സോഷ്യൽ മീഡിയയിൽ കണ്ടതായിരിക്കാം. പാല് കുടിക്കരുത് എന്നങ്ങ് ഒറ്റ വാക്കിൽ. ഞാൻ പറഞ്ഞ നമുക്ക് ഈ പാല് കുടിക്കാതിരിക്കണമെങ്കിൽ അയാൾക്ക് ഡൈജഷൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കണം, ലാക്ടോസ് ഇൻടോളറൻസോ ഇല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ കൊണ്ട് നമ്മൾ പാൽ കുടിക്കുമ്പോൾ അത് ബ്ലോട്ടിംഗ് ആയിട്ടൊക്കെ വരും. എങ്കിൽ മാത്രമേ അയാൾക്ക് പാലെടുക്കാണ്ടിരിക്കേണ്ടതുള്ളൂ. ഇനി PCOS ഉള്ള ഒരാൾക്ക് ലോ ഫാറ്റ് മിൽക്ക് പ്രോഡക്റ്റ് ആണ് ആവശ്യം. ഓക്കെ, അപ്പോൾ പാല് നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്യണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ റോ മിൽക്ക് നമ്മൾ വാങ്ങിക്കില്ലേ, അത് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒരു മഞ്ഞപ്പാട കട്ടപ്പാടയായിട്ട് വരും. അത് ഹൈ ഫാറ്റ് ആണ്, മീൻസ് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അതിലെ ഫാറ്റിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വാട്ടർ ആഡ് ചെയ്തെടുത്താൽ സേഫാണ്. ഇനി നമുക്ക് മഞ്ഞ കവറാണോ ബ്ലൂ കവറാണോ? ബ്ലൂ കവറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാര്യം ബ്ലൂവില് ഓൾറെഡി മുകളിൽ ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും 3% ഫാറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫാറ്റ് ഓൾറെഡി, അത് നമ്മൾ തിളപ്പിച്ച് എന്തായാലും മഞ്ഞപ്പാട വരില്ല, ഒരു വൈറ്റ് കളർ പാട മാത്രം മുകളിൽ ഒന്ന് കിടക്കും. സോ അത് നമുക്ക് സേഫ് ആണ്. ഞാൻ വിചാരിച്ചു, എന്റെ വിചാരം അപ്പം മമ്മിയും മഞ്ഞയാണ് മേടിക്കുന്നത്, അപ്പൊ എന്റെ വിചാരം മഞ്ഞയാണ്. നമുക്ക് ഇപ്പൊ ഏതിലാണ് ഫാറ്റിന്റെ പെർസെന്റേജ് കൂടുതൽ കുറവെന്ന് നോക്കാം. ബ്ലൂയിലാണ് കൂടുതൽ ഫാറ്റ് പെർസെന്റേജ് കുറവുള്ളത്. ബ്ലൂ ആണ് കുറച്ചുകൂടെ ഹെൽത്തി മിൽമ പാൽ. കാര്യം 3% ഉണ്ടാവും, ഒരു ലേശം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഈ ടോണ്ട് മിൽക്ക് ആയിട്ടൊക്കെ കിട്ടില്ലേ, അത് അങ്ങനത്തെ വേണമെങ്കിലും കിട്ടാം. പിന്നെ നമുക്ക് 0% കാർട്ടണില് കിട്ടുന്നതോ? അത് എനിക്ക് ബ്രാൻഡ് പറയാൻ പറ്റത്തില്ല. പറയുന്നത് നമുക്ക് അത് എത്രത്തോളം ഓരോ ബ്രാൻഡ് അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടിരിക്കും. നമുക്ക് ഏതാണ് ബെറ്റർ എഴുതിയിരിക്കും. കാര്യം ടോണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഒരു ബ്രാൻഡ് പറഞ്ഞു മിൽമ, പക്ഷെ മുരളിയിൽ വരുമ്പോൾ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുപോലെ ഓരോ ബ്രാൻഡിലും ഈ ഫാറ്റ് പെർസെന്റേജ് ഡിഫറെന്റ് ആയിട്ട് വരും. സോ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് എടുക്കാം. പിന്നെ റെസ്ട്രിക്ട് ചെയ്യേണ്ടത്, ഞാൻ പറയും, നല്ല ഒബീസ് കണ്ടീഷൻ ആണെങ്കിൽ ചീസ്, ഗീ, ബട്ടർ, ഈ 3 കാര്യങ്ങളുമാണ് നമുക്ക് ഹൈ ഫാറ്റ് ആയിട്ട് PCOSന് എടുക്കാൻ പാടില്ലാത്ത ഒരു മിൽക്ക് പ്രോഡക്ട്സ്. അത് ഞാൻ പറയുന്നത് നല്ല ഒബീസ് ആണെങ്കിൽ. ട്രൈഗ്ലിസറൈഡ് നന്നായിട്ട് കൂടുതലുണ്ട്. പീരീഡ്സ് ഒരുപാട് മന്ത്സ് ആയിട്ട് മിസ്സിംഗ് ആണ്. LFT വേരിയേഷൻ ഉണ്ട്, യൂറിക് ആസിഡിന്റെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നല്ല ഒബീസ് ആണെങ്കിൽ ഇതൊക്കെ എന്തായാലും വേരിയേഷൻ ഉണ്ടാകും. അപ്പൊ അതാണെങ്കിൽ ഇത് ഒഴിവാക്കാം. അല്ലെങ്കിൽ മിനിമൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കാപ്സ് ഈ പറയുന്നത് പോലെ വൈറ്റ് കാർബ് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. മീൻസ് നോർമൽ ഈ റിഫൈൻഡ് കാപ്സ് മാറ്റിയിട്ട് കോംപ്ലക്സ് കാർബോട് ഒഴിവാക്കും. നമുക്ക് കാർബിൽ പറയുന്നത് അതിന്റെ ഒരുപാട് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയിലാണ് കാര്യം. റൈറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് ടൈം, ഇതാണ് കാർബിന് ആവശ്യം. നമ്മൾ ഒരുപാട് ഒരു 2 പ്ലേറ്റ് ചോറൊന്നും വാരി വലിച്ച് കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് പിന്നെ എല്ലാ ഇതിലും നമ്മൾ ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ വയറിന്റെ ഫില്ലിംഗ് കിട്ടും. സോ ഇതാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഈ പാല് ഭയങ്കര പ്രധാനപ്പെട്ട. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് സെയിം പാല് ചായയുടെ ഫോമിൽ കുടിക്കാവോ? പാല് സത്യം പാച്ചുറൈസ്ഡ് പാല് നമ്മൾ ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി സ്റ്റെറിലൈസ് ചെയ്ത് നല്ലൊരു ഇതിലാണ് വരുന്നത്. അത് ആക്ച്വലി നമ്മൾ ഈ പാച്ചുറൈസ്ഡ് മിൽക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ ന്യൂട്രിയൻ വാല്യൂ കുറയും. ഓക്കെ, അപ്പോഴും നമുക്ക് അങ്ങനെയും പറയുമ്പോൾ പലരും പറയാറുണ്ട്, പിന്നെ പച്ചപ്പാല് കുടിക്കാനാണോ? അപ്പൊ ഞാൻ പറയാം, നമ്മൾ സ്മൂത്തി ഷാർജയൊക്കെ കുടിക്കത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാ? ഈ പാലിന് ഡയറക്റ്റ് അല്ലേ നമ്മൾ കുടിക്കുക. സോ അപ്പൊ നമ്മൾ തിളപ്പിച്ച് ആറ്റിയിട്ടല്ലല്ലോ ചെയ്യുക. സോ അതുപോലെ പിന്നെ ചിലവർക്ക് ഈ മനസ്സിന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഒന്നിങ്ങനെ തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ. പിന്നെ ടീ, കോഫി മാക്സിമം എടുക്കാതിരിക്കുക, ഒരു കഫീൻ അഡിക്ഷനിലോട്ട് പോവാതിരിക്കുക. എല്ലാവർക്കും ഉള്ള നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത അത്. എല്ലാവരും ഇങ്ങനെ ഇതായിട്ട് പറയുന്നല്ല. നമുക്ക് ടീ കോഫി എടുക്കുന്നത് മോശമല്ല, പക്ഷെ ഒരു ദിവസം എനിക്ക് ടീ കോഫി ഇല്ലാണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൺഗ്രാചുലേഷൻസ്, ഓൾറെഡി അഡിക്ഷനിലാണ്. ചായ ഒരു വികാരമാണ്. അടിപൊളി. അപ്പൊ കൺഗ്രാചുലേഷൻസ്. അതെ, സീരിയസ്ലി നമ്മുടെ സ്കിൻ ഏജ് പിന്നെ നമ്മുടെ വിശപ്പില്ലേ, നമ്മുടെ നല്ല ഗുഡ് അപ്പറ്റൈറ്റ് നമുക്ക് മിസ്സായി പോകും. എന്താ ഏജ് ആയാലും കുഴപ്പമില്ല, ചായ മതി. അപ്പൊ പീക്ക് ലെവൽ ഓഫ് അഡിക്ഷൻ ആണ്.
സീരിയസ് നമ്മള് കഫീൻ അഡിക്ഷൻ ഒരു മറ്റേ നമ്മള് ആൽക്കഹോൾ ഡ്രഗ് ഒക്കെ പോലെ അഡിക്ഷൻ ആണ് ഒരു addiction. കഫീൻ അഡിക്ഷൻ. സത്യം എനിക്ക് വൈകുന്നേരം ചായ കുടിച്ചിട്ടെങ്കിൽ എന്തോ കിട്ടാത്ത പോലെ എന്തോ പിന്നെ നഷ്ടപ്പെട്ടവരൊക്കെ ചിലർക്ക് ഇരിക്കും. രാവിലെ എടുത്തില്ലെങ്കിൽ ബവൽ മൂവ്മെന്റ് ഇല്ല അങ്ങനെ അത് പറയുന്നവരുണ്ട്. അത് ഓൾറെഡി അവര് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ നമ്മള് പറയാറില്ല, ഇപ്പൊ ടീ എടുത്തില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. അതാ എനിക്കുണ്ട് അത് മാനസികമാണോ അത്? അതിന് ഞാൻ 2 പോയിന്റ് പറയട്ടെ, എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയുന്നത്. എന്റെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മൾ ചായ കുടിക്കാതിരിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ അമ്മമാര്, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അമ്മമാര് പറയാ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും കേട്ടോ, തലവേദന എടുക്കും കേട്ടോ. ഇല്ല, അവര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കുറേ വർഷങ്ങൾ നമ്മളെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേട്ട് ഓൾറെഡി നമ്മളെ ബ്രെയിനിൽ അത് സ്റ്റോർഡ് ആണ്. അപ്പൊ നമ്മൾ മുതിരുമ്പോ നമ്മളത് ഓട്ടോമാറ്റിക്കലി പറയുന്നതാണ്. തലവേദന എടുക്കുന്നുണ്ടാവില്ല, എടുക്കും, കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. പ്രിവെന്റീവ് ആയിട്ടാണ് Yes. ഇനി ടീ കോഫി കുടിക്കുമ്പോൾ തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഡീഹൈഡ്രേഷൻ ആയിരിക്കും. കോഫി എടുക്കാത്തത് കൊണ്ടായിരിക്കില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഡിക്ഷൻ ആണോ അങ്ങനെ സിംറ്റംസ് എന്റെ മനസ്സിന്റെ അഗാധ തലങ്ങളിൽ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഞാൻ എനിക്ക് എന്തോ എന്റെ ആരോ എനിക്ക് നഷ്ടപ്പെട്ട പോലെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ആ ചായ കിട്ടുമ്പോൾ സന്തോഷം. ഞാൻ നേരത്തെ പറയാമെന്ന് വെച്ചാൽ, ഒരു ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ എന്റെ എന്തോ നഷ്ടപ്പെട്ടു, എനിക്ക് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആവുന്നില്ല. ഈ ഡേ എന്ന് പറയുന്നത് എന്തോ വൃത്തിയായിട്ടൊരു ദിവസം പോലെ എനിക്ക് ഫീൽ ചെയ്യും. രാവിലെ കുഴപ്പമില്ല, വൈകുന്നേരം മാം പറയുന്ന അനുസരിച്ച് മിൽക്ക് ആയിട്ട് തന്നെ കുടിക്കണം, ആയിട്ട് തന്നെ കുടിക്കുക. പിന്നെ ഈ ഇൻഫ്ലമേഷൻ ഒരു 100 to 200 ml ഒക്കെയാണ് നോർമൽ. പിന്നെ ലീൻ PCOS ഇല്ല, അവർക്ക് ഡെഫിഷ്യൻസി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു 250 വരെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതെ അതെ, ഡിപ്പെൻഡ് ഓഫ് പേഴ്സൺ. കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, മാമിൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എല്ലാ PCOD സ്ത്രീകളും ഇന്ന് തൊട്ട് ആരംഭിക്കേണ്ട ഒരു ഹാബിറ്റ് എന്താണ്? ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ചിന്തിക്കാതെ തന്നെ പറയാം, മീൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഞാൻ പറയുന്നത് പെർഫെക്ഷൻ നോക്കാൻ പോകരുത്, കൺസിസ്റ്റൻസി മാത്രം കീപ്പ് ചെയ്യാം. കാര്യം പലരും ജിമ്മിൽ പോവാം, അടുത്ത ആഴ്ച ആവട്ടെ, 1-ാം തീയതി ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന ദിവസം ആവട്ടെ. നമ്മൾ ഈ മുഹൂർത്തം നോക്കേണ്ട ഒരു കാര്യമല്ല ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ജിമ്മിൽ പോയാൽ മാത്രമേ ഫിസിക്കൽ ആക്ടിവിറ്റി, അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ വർക്കൗട്ട് ആകൂ എന്നതും ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കംഫർട്ട് സോണിൽ നിന്നോട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കറാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ വീട്ടുജോലികൾ, കാര്യം ചുരുക്കി പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ തന്നെ ചെയ്യുന്നവരാണ് നമ്മൾ. എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി അഡീഷണൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന വർക്കൗട്ട് എന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, മെയിലിനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി ഈ പറഞ്ഞ ഇത്രയും ജോലികളൊക്കെ ചെയ്യും, നമുക്ക് ബോഡി മസിൽ പെയിനും നമ്മൾ മൊത്തത്തിൽ ഒരു ഡ്രെയിൻ ഔട്ട് ആയിട്ട് ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഞാൻ നാളെ തൊട്ട് വർക്കൗട്ട് ചെയ്യാൻ പോവാ, 40 മിനിറ്റ്സ് പെട്ടെന്ന് പോയി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ, കംഫർട്ട് സോൺ അപ്പോഴേ ബ്രേക്ക് ആയി. നെക്സ്റ്റ് ഡേ ആൾ എണീക്കത്തില്ല. എന്ന് വെച്ചാൽ ബ്രെയിൻ തന്നെ പുഷ് ചെയ്യില്ല, ഒന്ന് എൻകറേജ് ചെയ്യില്ല, ഓൾറെഡി ആ കംഫർട്ട് സോൺ ബ്രേക്ക് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു 3 മിനിറ്റ്സ് മുതൽ ഒരു 50 മിനിറ്റ്സ് വരെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയും, നിങ്ങൾക്ക് 15 മിനിറ്റ് ചെയ്യാൻ പറ്റും, എന്നാലും നിങ്ങൾ ചെയ്യരുത്. ആദ്യം ഒരു 3 മിനിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും നല്ലത് വാക്കിംഗ് ആണ്. ഇപ്പോൾ ബ്രിസ് വാക്കിംഗ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ യോഗ പോലെ ചെയ്യാം. അധികം നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാത്ത രീതിയിൽ ഒരു സ്റ്റാർട്ടിങ് ചെയ്തു വയ്ക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് ഒരു 2 ഡേയ്സ് ചെയ്തു, ദെൻ 6 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 50 മിനിറ്റ്സിലോട്ട് ആക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഹാബിറ്റ് ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ, കുളിക്കുന്നത് പോലെ കംഫർട്ട് സോണിലാവണം ഫിസിക്കൽ ആക്ടിവിറ്റി. എങ്കിലേ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുള്ളൂ. നേരത്തെ പറഞ്ഞ ടീ ഇല്ലേ, ഈ സാധനം നമുക്ക് ഒരു ദിവസം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിൽ നമുക്കൊരു മിസ്സിങ് തോന്നണം, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഗിൽറ്റി, അയ്യോ ഞാൻ ഇന്ന് ചെയ്തില്ലല്ലോ എനിക്ക് വേണ്ടി. ആ ഗിൽറ്റി തോന്നണമെങ്കിൽ നമ്മൾ അത്രയും കംഫർട്ട് സോണിൽ വരണം. അതിന് ഞാനിപ്പോൾ പറയും, നിങ്ങൾ കാർഡിയോ വർക്കൗട്ടാണ് നല്ലത് എന്ന്, പക്ഷെ അത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് മെന്റൽ ഹാപ്പിനെസ് തരുന്ന എന്തും വർക്കൗട്ടായിട്ട് ചെയ്യും. നടക്കാം, നമുക്ക് സുംബ ചെയ്യാം, ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് ബാഡ്മിന്റൺ ഒക്കെ കളിക്കാം, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പേഴ്സണലി നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാനൊരു ഇൻട്രസ്റ്റും തോന്നും. മാം പറയുന്ന അനുസരിച്ച് ഡെയിലി എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റി വേണം അല്ലേ? യെസ്, 3 to 50 മിനിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. അത് ഒരു മാസം മൊത്തം 3 മിനിറ്റ്സ് ഒന്നല്ല ഞാൻ പറയുന്നത്. അതും ഞാൻ പറയുന്ന ആളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആൻഡ് കംഫർട്ട് സോൺ. അയാൾക്ക് അതേ പറ്റുള്ളെങ്കിൽ അതിൽ ചെയ്യട്ടെ, ഗ്രാജുവലി പോട്ടെ. ഇപ്പോൾ ഒരാഴ്ച ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് 30 ദിവസം കൺസിസ്റ്റൻസി ഉള്ളപ്പോൾ. അതെ അതെ,
സോ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് റിസൾട്ട് കിട്ടും. ഞാനൊക്കെ പീരിയഡ്സ് ടൈം ആകുമ്പോഴത്തേക്കും നിൽക്കും. അപ്പൊ പിന്നെ അത് സ്റ്റോപ്പ് ആയി പോകും. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ അതൊരു Periods സ്റ്റാർട്ടിങ് ട്രബിൾ ആ. പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമിൽ താമസം. നമുക്കൊരു 3 days എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും നമ്മൾ പറയുന്ന പോലെ, അതും ചിലർ പറയും ആ ടൈമിൽ വർക്കൗട്ട് ചെയ്യരുത്, ചിലർ പറയും ചെയ്യാം, അതും നമ്മുടെ കംഫർട്ട് സോൺ. അതെ. എൻ്റെ ഒരുപാട് പേഷ്യൻസ് ചിലർ പറയും എനിക്ക് ഓക്കെ ആണ് മാം, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പീരീഡ്സ് ആയിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചിലർക്കാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല, എനിക്ക് ഒട്ടും പറ്റത്തില്ല. എനിക്ക് പറ്റും. എനിക്ക് ചെയ്യുമ്പം പെയിൻ ഒക്കെ പോകുന്ന പോലെ തോന്നാറുണ്ട്. അത് ഓരോരുത്തരുടെ പെയിൻ ഓഫ് അതെ. ലെവലാണ്. നമുക്കറിയില്ലേ റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ് ആണോ നമുക്കറിയില്ല. അപ്പൊ അത് വെച്ചിട്ട് കംഫർട്ട് സോൺ